It's my honor to invite the Director of JNE, Mr. Adil Latif Swalahi, to deliver Presidential Address. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala Rasulil Kareem wa ala alihi wa sahbihi ajma'in, amma ba'd. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ജാമിഅ നദ്വയുടെ സ്ഥാപന മേധാവികളെ, വ്യത്യസ്ത കലാലയങ്ങളിൽ നിന്ന് ജാമിഅ നദ്വയിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷത്തോടു കൂടെയാണ് ജാമിഅ നദ്വിയ ഇത്തരം ഒരു കൊളോക്കിയത്തിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ട് അതിഗംഭീരമായി നമ്മളൊരു സയൻസ് കൊളോക്കിയം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ് ഈ വർഷവും നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജാമിഅ നദ്വിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരമായ പോരാട്ടമാണ് കഴിഞ്ഞ 60 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 60 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ 1964 14 വിദ്യാർത്ഥികളുമായി ജാമിഅ നദ്വിയ ആരംഭിക്കുമ്പോൾ ലോകത്ത് തന്നെ പറയാനും പ്രചരിപ്പിക്കുവാനും കഴിയുന്ന ഒരു യൂണിവേഴ്സിറ്റിയായി മാറണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ അറബിയായ ജാമിഅ എന്ന് തന്നെ പേരിട്ടത്. തുടക്കം ഒരു അറബിക് കോളേജിൽ നിന്നാണെങ്കിലും മതപരമായ നേതൃത്വം നൽകാൻ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നത് പോലെ തന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലൂടെ അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഉന്നമനത്തിനും നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു പുതിയ തലമുറയെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഈ സ്ഥാപനത്തിന് ആ കാലഘട്ടത്തിലുള്ള നേതാക്കന്മാർ ഈ കലാലയത്തിൽ, ഈ ഒരു വലിയ ക്യാമ്പസിൽ, 40ഓളം ഏക്കർ സ്ഥലം വരുന്ന ഈ ഒരു ക്യാമ്പസിൽ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളെ കൊണ്ടുവരുന്നത്. പ്രീ സ്കൂളുകളായി LP UP സ്കൂളുകളോടൊപ്പം തന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളും, അതോടൊപ്പം തന്നെ കോളേജ് തലത്തിലുള്ള കോഴ്സുകളും, BEd ട്രെയിനിങ് കോളേജും TTCയും അടക്കമുള്ള അറബിക് കോളേജും തഹ്ഫീദുൽ ഖുർആനും അടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് വളരെ ആക്റ്റീവായി നമ്മുടെ ക്യാമ്പസിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയത്തിലും ആ വിഷയങ്ങളിൽ അവഗാഹം നേടിയ ആളുകളുണ്ടാകണം. അപ്പോൾ മതപരമായ വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾ അതിൽ അവഗാഹം നേടണം. അതോടൊപ്പം തന്നെ സയൻസ് സ്ട്രീമിലുള്ള ആളുകൾ അത്തരം വിഷയങ്ങളുടെ ഗഹനമായ രൂപത്തിൽ പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകണം. ഇവിടെ ഹയർ സെക്കൻഡറി ലെവലിൽ സയൻസ് ഉണ്ട്, ഒരു എയ്ഡഡ് ബാച്ച് നമുക്കുണ്ട്, അൺഎയ്ഡഡായി സയൻസ് ബാച്ച് നമുക്കുണ്ട്. അതേപോലെ തന്നെ ഹൈസ്കൂളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും BEd ട്രെയിനിങ് കോളേജിലുമൊക്കെ സയൻസ് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഒരുമിച്ച് കൂടാനും അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ കൂടുതൽ ഗഹനത ലഭിക്കുന്നതിനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സയൻസ് കൊളോക്കിയം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും സയൻസ് എന്നുള്ളത്
ഒരു വലിയ മേഖല തന്നെയാണ്. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോഴും ഓരോ വിഷയങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ ഗവേഷണങ്ങൾ, റിസർച്ച് നടക്കുന്ന മേഖലയാണ് സയൻസ്. സയൻസ് പലപ്പോഴും അതിൻ്റെ നിയമങ്ങളിലടക്കം പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് തന്നെ നിരന്തരമായ ഗവേഷണങ്ങൾ ആ വിഷയത്തിൽ നടക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു വരുന്ന സമയത്തൊക്കെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണകളുണ്ടായിരുന്നു. ആ ധാരണകൾ കൂടുതൽ ആ വിഷയങ്ങളിൽ പഠിക്കാൻ ശാസ്ത്രീയമായ പുരോഗതി കൈവരിച്ചപ്പോൾ അത്തരം ധാരണകളിലൊക്കെ മാറ്റം വന്നതായി നമുക്ക് കാണാൻ കഴിയും. ആദ്യകാലങ്ങളിലൊക്കെ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചം സ്റ്റാറ്റിക്കാണ്, പ്രപഞ്ചം യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെ നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ആ വസ്തുക്കൾ നിലനിൽക്കുന്നത് മൾട്ടിപ്ലിസിറ്റിയിലാണ്, ബഹുത്വത്തിലാണ് എന്ന് പിന്നീടാണ് ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ഉണ്ടായത്. അഥവാ നമ്മൾ ഇന്ന് പരിശോധിച്ചാൽ ഏത് വസ്തുക്കളെ പരിശോധിച്ച് നോക്കിയാലും ആ വസ്തുക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വസ്തുക്കൾ, മൂലകങ്ങൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂടിച്ചേരുമ്പോഴാണ് വ്യത്യസ്ത വസ്തുക്കൾ ഉണ്ടാകുന്നത്. ആ മൂലകങ്ങളെ നാം വിഘടിക്കുമ്പോൾ നമുക്ക് തന്മാത്രകൾ ലഭിക്കുന്നു. ആ തന്മാത്രകളെ നമ്മൾ വിഘടിക്കുമ്പോൾ നമുക്ക് ആറ്റങ്ങൾ ലഭിക്കുന്നു. ആ ആറ്റങ്ങളെ നമ്മൾ വിഘടിക്കുമ്പോൾ വീണ്ടും ഇലക്ട്രോൺ, പ്രോട്ടോൺ, മീസോൺ, പോസിട്രോൺ എന്ന് പറഞ്ഞ് നമുക്ക് വിഭജിക്കാൻ സാധിക്കും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇത്രയായിരുന്നു യഥാർത്ഥത്തിൽ മൂലകങ്ങളുടെ വിഭജനങ്ങൾ നടന്നിരുന്നത്. പക്ഷെ വീണ്ടും ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടന്നപ്പോൾ പിന്നീട് ഇലക്ട്രോണുകളെയും വിഭജിക്കാൻ സാധിക്കുമെന്നും ആ ഇലക്ട്രോണുകൾ അവ ക്വാർക്ക്, ആൻറ്റി ക്വാർക്ക് വികിരണങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ്, ഒട്ടിപ്പിടിച്ച് നിന്നതുകൊണ്ടാണ് അവയെ വിഘടിക്കാൻ കഴിയും. പിന്നെ അതിനെ വിഘടിക്കുമ്പോൾ അവസാനം ഇതേപോലുള്ള വികിരണങ്ങൾ, ഇൻഫ്രാറെഡ് റേസ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പഠനങ്ങൾ പിന്നീടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും നിലനിൽക്കുന്നത് ബഹുത്വത്തിലാണ്, മൾട്ടിപ്ലിസിറ്റിയിലാണ്. ആ ഒരു മൾട്ടിപ്ലിസിറ്റിയിലൂടെയാണ് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാകുന്നത് എന്ന് പിൽക്കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ ഇത്തരം കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുള്ളത് ഇതേപോലെ വിദ്യാർത്ഥികളായി വ്യത്യസ്ത വിഷയങ്ങൾ, ശാസ്ത്രീയമായ വിഷയങ്ങളിൽ ഗവേഷണം നടത്തി അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രൂപത്തിലാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് സംവിധാനങ്ങളാകട്ടെ, ആ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനാകട്ടെ, കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബുകളാകട്ടെ, ഇതേപോലുള്ള മൈക്രോഫോണുകളാകട്ടെ, ഇങ്ങനെയുള്ള ഓരോന്നും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വർഷങ്ങളോളം ഒരാളും അറിയാതെ, ഒരാളും മനസ്സിലാക്കാതെ വർഷങ്ങളോളം നിരന്തരമായ ഗവേഷണങ്ങൾ നടത്തി ആ ഗവേഷണങ്ങളുടെ റിസൾട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ആളുകൾ ഉൾക്കൊള്ളുന്നതും അന്വേഷിക്കുന്നതുമൊക്കെ. അതേപോലെ തന്നെ ഇനിയും പുതിയ ഒരുപാട് മേഖലകൾ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതോടുകൂടെ ഒരുപാട് മേഖലകൾ, സയൻസ് ഫീൽഡിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ളിലേക്ക് പോകാനുണ്ട്. പ്രത്യേകിച്ച് ജനറേറ്റീവ് AI ഒക്കെ, ഇപ്പോൾ ChatGPT പോലുള്ള അല്ലെങ്കിൽ കോപൈലറ്റ് പോലുള്ള, ജെമിനി പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയും അതിലൂടെ എപ്പോഴും നമുക്ക് നിരന്തരമായി ഗവേഷണങ്ങൾ നടത്താനുള്ള സാധ്യതകൾ വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് അത്തരം ഒരു ത്വര നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠനങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ ഇത്തരം സയൻസ് കൊളോക്കിയങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഓരോ വിഷയങ്ങളിലും ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള എക്സ്പേർട്ടുകളെ നമ്മൾ ഇത്തരം സമ്മേളനങ്ങളിലേക്ക്, ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുവരാറുള്ളത്. ജാമിയയെ സംബന്ധിച്ചിടത്തോളം ഇത് തുടർന്നും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, ഓരോ വിഷയങ്ങളിലും ഗവേഷണം നടത്തുന്ന, റിസർച്ച് നടത്തുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്.
ആ ഒരു സെൻസോടുകൂടെ തന്നെ ഇതിനെ കാണുകയും ഇതിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.